ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് 96 മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. CBSE 12ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. 87.98% വിജയം. ഉജ്ജ്വല നേട്ടവുമായി തിരുവനന്തപുരം. മഞ്ഞപ്പിത്ത മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് അടിയന്തര യോഗം പുരോഗമിക്കുന്നു. കൊല്ലത്തും മഞ്ഞപ്പിത്ത മരണം. ഹിമാചലിൽ അപകടത്തിൽ മരിച്ച സൈനികൻ ആദർശിന് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതിയോടെ ഫറോക്കിലെ വീട്ടുവളപ്പിൽ നടന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാന തീരത്ത് രാത്രി വരെ കടലാക്രമണ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ വേനൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 17,70,00,000-ലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 24.87% പോളിംഗ് രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശിൽ 23.10% തെലങ്കാനയിൽ 24.31% വോട്ടിംഗ് രേഖപ്പെടുത്തി. ഝാർഖണ്ഡ് 27.40%, പശ്ചിമബംഗാൾ 32.78%, ഉത്തർപ്രദേശ് 27.12%, മധ്യപ്രദേശ് 32.38%, ഒഡീഷ 23.28%, ബീഹാർ 22.54%, മഹാരാഷ്ട്ര 17.51%, ജമ്മുകശ്മീർ 14.94% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന ഒഡീഷ, ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 11 മണിവരെയുള്ള കണക്കനുസരിച്ച് 23%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നാളെ വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത് ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. CBSE 12ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. 87.98 ആണ് വിജയശതമാനം. 0.65% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. 24,000-ഓളം വിദ്യാർത്ഥികൾ 95% മുകളിലും 1.16 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ 90% മുകളിലും വിജയം നേടി. തിരുവനന്തപുരത്ത് 99.9% വിജയം. ചെന്നൈ 98.47%, ബംഗളൂരു 96.95% വിജയം നേടി. CBSE results.nic.in, cbse.gov.in എന്നീ സൈറ്റുകളിലും ഡിജി ലോക്കറിലും ഫലം അറിയാം. മലപ്പുറത്ത് 5 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് 8 പേർ മരിച്ച സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പുരോഗമിക്കുന്നു. ഇന്നലെ 2 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. ജില്ലയിൽ ഈ വർഷം ജനുവരി മുതൽ 3184 സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും 1032 സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ എലിപ്പനിയും മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തം ബാധിച്ച നടക്കൽ സ്വദേശി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. കുഴുവേലി കിഴക്കുംകരയിൽ 3 കുട്ടികൾക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ പ്രദേശത്ത് സർവേയും ബോധവൽക്കരണവും ആരംഭിച്ചു. പൊന്നാനിയിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. പൊന്നാനി അഴീക്കൽ സ്വദേശി സ്രാങ്ക് അബ്ദുൾ സലാം, സഹായി കടവ് സ്വദേശി ഗഫൂർ എന്നിവരാണ് മരിച്ചത്. 4 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 35 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും പാളി. തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സംഘർഷമുണ്ടായി. ടെസ്റ്റിന് എത്തിയവരെ സമരക്കാർ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. 25 പേരാണ് ഇന്ന് മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്തത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു.
ട്രെയിനിനുള്ളിൽ വീണ്ടും ടിടിഇക്ക് മർദ്ദനം. രാജസ്ഥാൻ സ്വദേശിയായ ടിടിഇ വിക്രം കുമാർ മീണയ്ക്കാണ് ഇന്നലെ രാത്രി മർദ്ദനമേറ്റത്. മംഗലപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് തിരൂരിൽ എത്തിയപ്പോഴാണ് സംഭവം. ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾ ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ ടിടിഇയുടെ മൂക്കിൽ ഇടിക്കുകയായിരുന്നു. അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ സ്റ്റാൻലി ബോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്തു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് താറുമാറായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും സാധാരണ നിലയിലായില്ല. രാവിലെ വിവിധ സർവീസുകൾ റദ്ദാക്കിയതായി അറിയിപ്പ് വന്നു. കണ്ണൂരിൽ നിന്നുള്ള 2 സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള ഒരു സർവീസുമാണ് ഇന്ന് രാവിലെ റദ്ദാക്കിയത്. അബുദാബി, റിയാദ്, ദമാം, ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകൾ റദ്ദാക്കി. രാവിലെ പുറപ്പെടേണ്ട ദമാം, ബഹ്റിൻ സർവീസുകളും മുടങ്ങി. ആഭ്യന്തര സെക്ടറിൽ ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് സർവീസുകളും ഇന്ന് മുടങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് 8 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. വിമാന കമ്പനികൾ നൽകുന്ന വിവിധ ഫീസുകൾ, യാത്രക്കാരുടെ യൂസർ ഫീ, പാർക്കിംഗ് ചാർജ് തുടങ്ങിയ ഇനങ്ങളിലാണ് നഷ്ടം. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ 34 സർവീസുകളാണ് കഴിഞ്ഞ 5 ദിവസമായി റദ്ദാക്കിയത്. ആകെ 6000-ഓളം പേരുടെ യാത്ര മുടങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനിക്ക് 30 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായും കണക്കാക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കണ്ണൂരിൽ നിന്നുള്ള ഭൂരിഭാഗം അന്താരാഷ്ട്ര സർവീസുകളും നടത്തുന്നത്. മറ്റൊരു കമ്പനിയായ ഇൻഡിഗോയ്ക്ക് ദോഹയിലേക്ക് മാത്രമാണ് അന്താരാഷ്ട്ര സർവീസ് ഉള്ളത്. സമരം പിൻവലിച്ചെങ്കിലും നാളേക്ക് മാത്രമേ മുഴുവൻ സർവീസുകളും കൃത്യമായി നടത്താനാവുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി വിഷ്ണുപ്രിയയെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തിയ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പറയും. പ്രതി മാനന്തേരിയിലെ മുരിക്കൂളി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2022 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹിമാചലിൽ അപകടത്തിൽ മരിച്ച കരസേനാ സൈനികൻ ഫറൂഖ് ചുങ്കം ആദർശിന് നാടിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം സൈനിക ബഹുമതിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിലാപയാത്രയ്ക്കും പൊതുദർശനത്തിനും ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. എം കെ രാഘവൻ എം പി, എഡിഎം അജീഷ്, ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. നട തുറക്കുന്ന ദിവസം പൂജകൾ ഉണ്ടാകില്ല. ഇടവം 1-ആയ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ പൂജകൾ നടക്കും. ഞായറാഴ്ച ശബരിമല പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. ഭക്തജന തിരക്ക് മുന്നിൽ കണ്ട് 100 ബസ്സുകൾ KSRTC അനുവദിച്ചിട്ടുണ്ട്. പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ ഇന്നലെ രാവിലെ 6-ന് തുറന്നു. ഈ മാസം 19 വരെ 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. 19-ന് നട അടയ്ക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ വേനൽ മഴ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഭാരതത്തിന്റെ സനാതന ധർമ്മവും സംസ്കാരവും ഇകഴ്ത്തിക്കാട്ടുവാനുള്ള ശ്രമം നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ശ്രീ ശങ്കര ട്രസ്റ്റ് സംഘടിപ്പിച്ച ശ്രീ ശങ്കര ജയന്തി ആഘോഷ പരിപാടികൾ തിരുവനന്തപുരം കിളിമാനൂർ ശ്രീ ശങ്കര വിദ്യാപീഠത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സനാതന ധർമ്മത്തേക്കാൾ വലിയ ദർശനം വേറെയില്ല. ശ്രീ ശങ്കരാചാര്യരുടെ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നും വി മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. സ്ഫോടക വസ്തു നിയമത്തിലെ 3-5 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. വടകര LDF സ്ഥാനാർത്ഥി KK ശൈലജ, മഞ്ജു വാര്യർ എന്നിവരെ സൂചിപ്പിച്ച് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തിരുന്നു. കാസർഗോഡ് മണ്ഡലം എംപിയും നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. ഒരു വിവാഹ സൽക്കാരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കല്ല്യോട്ട് കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ സംഭാഷണം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാലകൃഷ്ണൻ FBയിൽ വിമർശനം ഉന്നയിച്ചിരുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് 96 മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. CBSE 12ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. 87.98% വിജയം. ഉജ്ജ്വല നേട്ടവുമായി തിരുവനന്തപുരം.
മഞ്ഞപ്പിത്ത മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് അടിയന്തര യോഗം പുരോഗമിക്കുന്നു. കൊല്ലത്തും മഞ്ഞപ്പിത്ത മരണം. ഹിമാചലിൽ അപകടത്തിൽ മരിച്ച സൈനികൻ ആദർശിന് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതിയോടെ ഫറോക്കിലെ വീട്ടുവളപ്പിൽ നടന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാന തീരത്ത് രാത്രി വരെ കടലാക്രമണ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.